അപ്പം നമ്മൾ ഇന്ന് അനാലിസിസ് സോഫ്റ്റ്വെയർ, അതായത് ആൻസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു കാൻഡിലിവർ ബീമിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആണ് കാൻഡിലിവർ ബീം ഓഫ് 10 mm into 10 mm ക്രോസ് സെക്ഷൻ. അതായത് ഒരു കാൻഡിലിവർ ബീം ഉണ്ട്. കാൻഡിലിവർ ബീം പ്രത്യേകമാണ് അതുപോലെ ഫിക്സ്ഡ് ആയി. ഓക്കെ, അതിന്റെ ക്രോസ് സെക്ഷൻ ഷേപ്പ് എന്ന് പറഞ്ഞത് എന്താണ്? സ്ക്വയർ ആണ്. ഓഫ് ലെങ്ത് ഓഫ് വിഡ്ത്ത് 10 mm and height 10 mm. Okay, a cantilever beam of 10 mm with 10 mm cross section and 100 mm length. ഈ cantilever beamന്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 mm ആണ്. A uniformly distributed load of 250 Newton per mm is applied. ഈ cantilever beamന്റെ മണ്ടയിൽ നിന്നാണ് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ആണ് 250 Newton per mm. ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് ഫൈൻഡ് ദി മാക്സിമം ഡിഫോർമേഷൻ, ഷിയർ സ്ട്രെസ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് യൂസിങ് മെക്കാനിക്കൽ APDM. ഓക്കെ, നമുക്ക് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ഡിഫോർമേഷൻ വാല്യൂ എത്രയാണ്, മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ എത്രയാണ്, ഇത് മൂന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, assume the material as mild steel with an yield strength of 2 × 10⁵ Newton per mm square. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീമിന്റെ മെറ്റീരിയൽ മൈൽഡ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, മൈൽഡ് സ്റ്റീലിന്റെ yield strength വന്നിട്ടുണ്ട് 2 × 10⁵ Newton per mm square ആയിട്ട് പോയിസൺസ് റേഷ്യോ വന്നിട്ടുണ്ട് 0.6. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കൊരു റെക്ടാങ്കിൾ ബീം ഉണ്ട്, സ്ക്വയർ സെക്ഷനുള്ള ബീം ഉണ്ട്. അതിന്റെ എവിടെയെങ്കിലും ഫിക്സ് ഒരു കാൻഡിലിവർ ബീമാണ്, അപ്പോൾ അതിന്റെ ഫിക്സ്ഡ് ആയിരിക്കും. അതിന്റെ ക്രോസ് സെക്ഷൻ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. ഇതിനകത്ത് ടോട്ടൽ ലെങ്ത് നമ്മൾ 100 ആണ്. ഇതിനകത്ത് ഫോഴ്സ് ആയിട്ടുള്ളത് 250 Newton per mm. പിന്നെ കാൻഡിലിവർ ബീം ഉണ്ടാക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. ഇത്രയും ഡേറ്റയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസിസിൽ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ആൻസിസിന്റെ മെക്കാനിക്കൽ APD എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ സ്റ്റാർട്ട് എടുത്തിട്ട് മെക്കാനിക്കൽ APD സെർച്ച് ചെയ്യും. ഇപ്പോൾ കാണാൻ പറ്റും മെക്കാനിക്കൽ APD 2020. നിങ്ങൾ അവിടെ കോളേജിലുള്ളത് 2025 ആണ്. അപ്പം ഇത് സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മെക്കാനിക്കൽ APD ഇന്റർഫേസ് ആണുള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് കമാൻഡ്, നമുക്കിവിടെ ഒരു കമാൻഡ് വിൻഡോ ഉണ്ട്. താഴെ നോക്കി മനസ്സിലാവും ഒരു കമാൻഡ് വിൻഡോ, അത് ഓപ്പൺ ആയി കിട്ടും. നമുക്ക് ഈ കമാൻഡ് വിൻഡോ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് നല്ല യൂസർ ഇന്റർഫേസ്, ഈ പ്യൂർലി യൂസർ ഇന്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനകത്ത് അനാലിസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ കോളേജിൽ നമ്മൾ പ്യൂർലി ഇന്റർഫേസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, കമാൻഡ് ഉപയോഗിച്ച് ചെയ്തില്ല. കാരണം നമുക്ക് കുറേ കമാൻഡ് പഠിക്കേണ്ടി വരും, നമുക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. പലക്കാലം എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു യൂസർ ഇന്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ അനാലിസ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം അനാലിസിസിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. പ്രീ പ്രോസസർ, സൊല്യൂഷൻ, ജനറൽ പോസ്റ്റ് പ്രോസസർ. ഓക്കെ, പ്രീ പ്രോസസറിലാണ് നമ്മൾ ഇതിനകത്ത് മോഡൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ആ കാൻഡിലിവർ ബീമിന്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യുക, അതേപടി അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണെന്ന് കൊടുക്കുക. ഓക്കെ, അത് മെഷ് ചെയ്യുക. മെഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാൻഡിലിവർ ബീമിനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് മെഷ് ചെയ്യുക. അതേപടി തന്നെ നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ചൂസ് ചെയ്യുക. അതെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്രീ പ്രോസസിങ് സ്റ്റെപ്പിലായിരിക്കും. ഓക്കെ, അതായത് സൊല്യൂഷന് തൊട്ട് മുന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ പ്രീ പ്രോസസിങ് സ്റ്റെപ്പിലായിരിക്കും. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷനിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ വ്യൂ ചെയ്യാൻ വേണ്ടി ജനറൽ പോസ്റ്റ് പ്രോസസിങ് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ ഏതൊരു അനാലിസിസ് പ്രോബ്ലം നോക്കിയാൽ കാണാനുള്ളത്. പ്രീ പ്രോസസിങ്, സൊല്യൂഷൻ, ജനറൽ പോസ്റ്റ് പ്രോസസിങ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് പ്രിഫറൻസിൽ പോയിട്ട് ഓക്കെ നമ്മളിവിടെ ടൈപ്പ് ഓഫ് പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ മെക്കാനിക്കൽ നോക്കി കഴിഞ്ഞാൽ സ്ട്രക്ചറൽ തരത്തിൽ 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഈ ഒരു APD വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുക. അതല്ലാതെ നമുക്ക് വേറെ മാഗ്നറ്റിക്, നോഡൽ മാഗ്നറ്റിക് വെച്ച് അങ്ങനെ വേറെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏരിയ അല്ല, നമുക്ക് തൽക്കാലം മാറ്റിക്കാം. നമുക്കിവിടെ സ്ട്രക്ചറൽ തരത്തിൽ ഈ 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് നമ്മുടെ ആൻസേഴ്സിനകത്തുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ പ്രോബ്ലം, കാൻഡിലിവറിൽ ഫോഴ്സ് ആണ് ആയിട്ടുള്ളത്, ഒരു പ്യൂർലി സ്ട്രക്ചർ പ്രോബ്ലം. സ്ട്രക്ചറിൽ ടിക്ക് ചെയ്യാം, ഓക്കെ ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രീ പ്രോസസിങ് സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പൊ പ്രീ പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ
ഫസ്റ്റ് തന്നെ എലമെന്റ് ടൈപ്പ് കൊടുക്കും. അതിന്റെ പ്ലസ് ബട്ടൺ ചെയ്യുക, എന്നിട്ട് ആഡ് ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ചെയ്യുക, എന്നിട്ട് ഇവിടെ ആഡ് കൊടുക്കുക. നമ്മളിവിടെ ചെയ്യുന്നതാണ് കാൻഡിൽ ബീം അല്ലെ ബീം എന്നുള്ള സെക്ഷൻ എടുക്കുക. ഓക്കെ, അതായത് നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണുള്ളത്. 3D ഫൈൻ സ്ട്രെയിൻ, 2D 180, 3 നോഡ് 180. ഓക്കെ, ഇതിനകത്ത് നമുക്ക് 2 നോഡ് 180 കിട്ടും, 3 നോഡ് 180 ആണ്. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് എലമെന്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചൂസ് ചെയ്യാം 2 നോഡ് 188 ആണ്. ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എലമെന്റ് ടൈപ്പ് ചൂസ് ചെയ്യും. ഇനി ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത എലമെന്റ് ടൈപ്പിൽ റീഎൻഫോഴ്സ്മെന്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്, നമ്മൾ പ്രീ പ്രോസസ്സിംഗിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ മെറ്റൽ പ്രോപ്പർട്ടീസ് ഉള്ളത്. മെറ്റൽ പ്രോപ്പർട്ടീസ് ഒന്ന് ഇതിനകത്താണ്. ഓക്കെ, നമ്മൾ മെറ്റൽ പ്രോപ്പർട്ടീസ് എടുക്കാം, അതിനകത്ത് മെറ്റൽ മോഡൽസ് എടുക്കാം. ഓക്കെ, സ്ട്രക്ചറൽ, ലീനിയർ, എലാസ്റ്റിക്, ഐസോട്രോപിക്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈൽഡ് പോയിന്റ് സ്ട്രെങ്ത്, ഈ മോഡൽസ് ഓഫ് പ്ലാസ്റ്റിസിറ്റി നമ്മൾ കൊടുക്കേണ്ട എക്സ് ആണ്. PRX ആണ് പോയിസൺസ് റേഷ്യോ. ഈ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈൽഡ് സ്ട്രെങ്ത് എത്രയാണ്, വിച്ച് ഇസ് 2 × 10⁵ ആൻഡ് പോയിസൺസ് റേഷ്യോ ഇസ് 0.3. ഇപ്പൊ രണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കി, ഇപ്പോൾ നമുക്ക് ഈൽഡ് സ്ട്രെങ്ത് വാല്യൂ 2 × 10⁵ ആണ്. എന്താണ് ശ്രദ്ധിക്കണം, 2 × 10⁵. ഓക്കെ, ഇതിന്റെ അർത്ഥം 2 × 10⁵. ഓക്കെ, നമ്മൾ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ആൻസർ ഈ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10⁵. ഇത് 2 × 10⁵ ആണ്. പോയിസൺസ് റേഷ്യോ എത്രയാണ്, 0.3, 0.3 കൊടുക്കും. എന്നിട്ട് ഓക്കെ അപ്ലൈ. അപ്പൊ നമ്മൾ മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മെറ്റീരിയൽ ഇനി നമുക്കതാണ് സെക്ഷൻസിലേക്ക് വരാം. സെക്ഷനിലാണ് നമ്മൾ ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ ഷേപ്പ് ആണുള്ളത്, അതിന്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം കൊടുക്കുക സെക്ഷനിലാണ്. ഓക്കെ, നമുക്കറിയാം ഇതിനകത്ത് എന്താണ് സ്ക്വയർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു റെക്ടാങ്കിൾ ബീമാണ് ഓഫ് ലെങ്ത് 10 mm ആൻഡ് വിഡ്ത്ത് 10 mm ആൻഡ് ഹൈറ്റ് 10 mm. 10 mm 10 ആണ്. നമ്മൾ സെക്ഷൻസ് എടുക്കുക. സെക്ഷൻസ് എടുത്ത് നമുക്കറിയാം ബീമാണ്, ബീം എടുക്കുക. ഇതിനകത്ത് കോമൺ സെക്ഷൻസ് എടുക്കുക, കാരണം സ്ക്വയർ സെക്ഷൻ കോമൺ ആണ്, അൺകോമൺ ആയിട്ടുള്ള സെക്ഷൻ അല്ല. അത് അങ്ങനെ നമ്മൾ ജനറലി അൺകോമൺ ആയിട്ടുള്ള സെക്ഷൻസ് ആണെങ്കിൽ മാത്രം താഴെ പോയത് കോമൺ സെക്ഷൻസ് എടുക്കുക. ഇനി നോക്കി, നമുക്ക് ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് സ്ക്വയർ റെക്ടാങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്ടാങ്കിൾ സെലക്ട് ആണ്, നമ്മൾ ഇത് റെക്ടാങ്കിൾ തന്നെയാണ്. ഓക്കെ, ഓഫ് വിഡ്ത്ത് ബി ആൻഡ് ഹൈറ്റ് എച്ച്. അപ്പൊ നമ്മൾ ബിയുടെ കാര്യത്തിലാണ് 10. ഓക്കെ, എച്ചിന്റെ കാര്യത്തിലാണ് 10. രണ്ട് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി മോഡലിലേക്ക് പോവാം. ഓക്കെ, നമ്മളിവിടെ മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിനകത്ത് നമ്മുടെ ബീം നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് കീ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്യും. ഫസ്റ്റ് കീ പോയിന്റ് ആണ് ഒറിജിൻ, അല്ല നമ്മൾ ഈ ഫിക്സ് ചെയ്യുന്നതിലാണ് ഫസ്റ്റ് കീ പോയിന്റ്. സെക്കൻഡ് കീ പോയിന്റ് ആണ് ഈ നെറ്റ്, ഈ നമ്മുടെ ബീമിന്റെ എൻഡിലാണ് സെക്കൻഡ് കീ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ രണ്ട് പോയിന്റ് കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്ത ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബീം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് കീ പോയിന്റ് കോർഡിനേറ്റ്സ് എത്രയാണ്. നമുക്കൊരു കാര്യം, ഫസ്റ്റ് ഇവിടുത്തെ കീ പോയിന്റ് കോർഡിനേറ്റ് നമുക്ക് 0 0 0 സെറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, 0 0 0 ആണ് ഈ മൂന്ന് ഫസ്റ്റ് കീ പോയിന്റ്. സെക്കൻഡ് കീ പോയിന്റ് നോക്കിയാൽ അവിടെ നമുക്ക് എക്സ് ഡിസ്റ്റൻസ് എത്ര മാറുണ്ട്, 100 മാറുണ്ട്. അപ്പൊ സെക്കൻഡ് കീ പോയിന്റ് കോർഡിനേറ്റ്സ് ആണ് 100 0 0 ആണ്. ഇവിടുത്തെ കോർഡിനേറ്റ് അപ്പൊ രണ്ട് എടുത്ത് ഇവിടെ എടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ക്രിയേറ്റ് കീ പോയിന്റ് ആണ്, ക്രിയേറ്റ് എടുക്കാം, കീ പോയിന്റ്സ് എടുക്കാം, ഈ ആക്റ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. ഓക്കെ, നമുക്കിവിടെ രണ്ട് കീ പോയിന്റ് സെറ്റ് ചെയ്യണം. ഒന്ന് ഒറിജിൻ 0 0 0, രണ്ടാമത് നമ്മുടെ എൻഡ് ബീമിന്റെ എൻഡിന്റെ കീ പോയിന്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഉള്ള കീ പോയിന്റ് എന്നിട്ട് കോൺടാക്ട് 0 0 0 ആണ്. നിങ്ങൾക്ക് ഇവിടെ 0 0 0 കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ, ബോക്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് വിചാരിക്കും കൊടുത്ത കാര്യം 0 0 0 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല, 0 0 0 കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് ആക്സസിനകത്ത് എല്ലാ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, അപ്ലൈയും ഓക്കെ. ഓക്കെ, നിങ്ങൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുത്ത വാല്യൂ സേവ് ആവുകയും ചെയ്യും, പിന്നെ ഡയലോഗ് ബോക്സ് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ക്ലോസ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ, നമ്മൾ നോക്കണം, ഇവിടെ നമുക്ക് ആദ്യത്തെ കോൺഫിഗറേഷൻ 0 0 0 ആണ്. അപ്പൊ അതിനൊന്നും 0 0 ആയിട്ട് ഒന്നും കൊടുക്കണ്ട, അപ്ലൈ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കീ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് കീ പോയിന്റ് 100 0 0 ആണ്. ഇവിടെ രണ്ടും 0 0 ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല, വെറും 100 മാത്രമേ കൊടുക്കുള്ളൂ. എന്നിട്ട് നമുക്ക് ഇനി ഡയലോഗ് ബോക്സിന് ആവശ്യമില്ല, അപ്പൊ ഞാൻ ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന് സേവ് ആവുകയും ക്ലോസ് ആയി പോയത്. ഓക്കെ, ഫസ്റ്റ് രണ്ട് കീ പോയിന്റ് സെറ്റ് ആയി. ഒന്ന് 0 0 0 യും രണ്ട് 100 0 0 0 യും. ഇത് രണ്ടും കൂടി ജോയിൻ ലൈൻ വെച്ച് നമുക്ക് കിട്ടും, നമ്മുടെ ബീം കിട്ടും. അപ്പൊ ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓക്കെ, ലൈൻസ് ഓപ്ഷൻ ഉണ്ട്, ലൈൻസ് എടുക്കുക, സ്ട്രൈറ്റ് ലൈൻ എടുക്കുക, ഈ രണ്ട് കീ പോയിന്റ് ആണ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ എടുക്കുക. നമ്മൾ ആ ലൈൻ ക്രിയേറ്റ് ചെയ്തു.
ഇനി നമ്മൾ മോഡലിംഗിന് ശേഷം അടുത്ത് ചെയ്യുന്ന പ്രോസസ് ആണ് മെഷീൻ. മെഷീനിലാണ് നമ്മൾ ഈ എലമെന്റിനെ ഈ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, മെഷീൻ എടുക്കുക, മെഷ് ടൂൾ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മെഷ് ടൂൾ എടുക്കുമ്പോൾ പല ടൈപ്പ് ഓഫ് ജോമെട്രി നമുക്ക് എടുക്കാം. അതായത് ലൈൻസ് ആണ് നമുക്ക് ഇതാണ് ഈ ഓപ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഏരിയാസ് ആണ് ഈ ഓപ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലോബൽ 3D മോഡൽസ് ഒക്കെ നമുക്ക് ഈ ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ലൈനാണ്. അപ്പൊ ലൈനിന്റെ വിഷയമായിട്ട് ലൈൻസ് എടുക്കുക, ലൈൻസിന്റെ അവിടെ സെലക്ട് ബട്ടൺ എടുക്കുക. ഓക്കെ, ഇത് നമ്മൾ ഈ ലൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ ചോദിക്കും ഒന്ന് എലമെന്റ് എഡ്ജ് ലെങ്ത്. എലമെന്റ് എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ഓരോ പീസിന്റെ ലെങ്ത് കൊടുക്കുന്നത് നമ്മൾ എലമെന്റ് എഡ്ജ് ലെങ്ത് എടുക്കുക. അല്ല നമുക്ക് ഈ ലൈൻ നമ്പർ ഈക്വൽ നമ്പർ ഓഫ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ 100 കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഈ വരച്ച ലൈൻ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 200 കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനെ 200 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഞാനിവിടെ നമ്പർ ഓഫ് എലമെന്റ് ഡിവിഷൻസ് കൊടുക്കുകയാണ്, ഒരു 100 നമ്പർ ഓഫ് ഡിവിഷൻസ് കൊടുക്കുകയാണ് ടോപ്പിലുണ്ട്. നിങ്ങൾ നോക്കുക, ഇത് മെഷ് ആയിട്ടില്ല. മെഷ് ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കും? ഇതിന്റെ മണ്ടത്തിൽ നിങ്ങൾ എം ആണല്ലേ, ഈ എം ഒന്നും കാണത്തില്ല മെഷ് ആയി കഴിഞ്ഞാൽ. അപ്പൊ മെഷ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ മെഷ് ടൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾ നോക്കി ഇവിടെ ഒരു റേസ് ഹിഡൻ എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ ടോപ്പിൽ. റേസ് ഹിഡൻ അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ആ നേരത്തെ ഉള്ള സാധനം തിരിച്ചു കൊണ്ടുവരും. ഇതിനകത്ത് മെഷ് എടുക്കുക, ഈ ലൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. മെഷ് ആയിട്ടുണ്ട്, ആയമോ പോയിട്ടുണ്ട്. ഇത് മെഷ് ആയി കഴിഞ്ഞു. മെഷ് അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്ത് ലോഡ് അപ്ലൈ ചെയ്യാം. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ലോഡ് അപ്ലൈ ഉണ്ട്. ഒന്ന് നമ്മൾ ഇവിടുത്തെ ഫിക്സ് ചെയ്യാം, ഈ റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണം നമ്മൾ ഇതിനകത്തേക്ക് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 250 ന്യൂട്ടൺ പെർ സ്ക്വയർ അപ്ലൈ ചെയ്യാൻ വേണം. ഓക്കെ, നമുക്ക് നോക്കിക്കൂടെ. ആദ്യം ഈ എൻഡ് ഫിക്സ് ചെയ്യാം. അപ്പൊ ഈ എൻഡ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ഈ എൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ പോലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എൻഡ് ഫിക്സ് ആയിരിക്കും. ആ സ്ഥലത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ലോഡ്സിൽ വരിക, അനാലിസിസ് ഡിഫൈൻ ലോഡ്സ്, അപ്ലൈ, ഓക്കെ, സ്ട്രക്ചറൽ ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് എന്താണ് ഈ ഒരു പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് 0, അല്ലെങ്കിൽ ഈ ഒരു കീ പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് 0 ആക്കേണ്ടത്. ഫോൺ കീ പോയിന്റ്സ് എടുക്കാം. ഓക്കെ, നമ്മളെന്താണ് ഈ ഒരു കീ പോയിന്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ സെലക്ട് ചെയ്താൽ ആ ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷനുള്ള നമുക്ക് മൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ യു എക്സ് എടുത്ത് കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനുള്ള മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. യു വൈ എടുത്തു കഴിഞ്ഞാൽ വൈ ഡയറക്ഷൻ, യു ഇസഡ് എടുത്തു കഴിഞ്ഞാൽ ഇസഡ് ഡയറക്ഷൻ, ഇത് റൊട്ടേഷൻ എല്ലാം എക്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഫുള്ളി ഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൊടുക്കാം. എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആവശ്യമില്ല, അത് 0 ആണ്. അപ്പൊ നിങ്ങളൊന്ന് 0 കൊടുത്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ 0 ആയിട്ട് എടുത്തോളൂ. ഓക്കെ, ഓക്കെ, അപ്പൊ അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മണ്ടയിൽ നമ്മൾ ഈ പറഞ്ഞ പ്രഷർ അപ്ലൈ, ഓക്കെ, ഓഫ് 250 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. അപ്പൊ നമ്മുടെ പ്രഷർ നമുക്ക് ഒരു ലൈനിന്റെ മണ്ടയിൽ നമുക്ക് അപ്ലൈ വെച്ചാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാം, നമ്മൾ വരച്ച 3D സാധനത്തെ 3D ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. അതിനുവേണ്ടി ഫ്ലോർ കൺട്രോൾസ് പോവാ, സ്റ്റൈൽ എടുക്കുക, സൈസ് ആൻഡ് ഷേപ്പ് എടുക്കുക. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഓൺ ഓഫ് ഡിസ്പ്ലേ ഓഫ് എലമെന്റ് എടുക്കുക, അവിടെ ഓഫ് ആണ്, അത് ഡിഫോൾട്ട് ആയിട്ട് അത് ഓൺ ആക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളല്ലോ 3D ഷേപ്പ് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു 3D ഷേപ്പ് നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതിന്റെ മണ്ടയിൽ നമുക്ക് ലോഡ് അപ്ലൈ എടുക്കണം. അപ്പൊ ഞാൻ തിരിച്ചുള്ള ഫ്രണ്ടിലേക്ക് പോകാൻ ഫ്രണ്ടിലേക്ക്. ഇനി നമുക്ക് ഈ ഫേസിന്റെ മണ്ടയിൽ നമുക്ക് ലോഡ് അപ്ലൈ, പ്രഷർ അപ്ലൈ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഫോഴ്സ് മൊമെന്റ് എടുക്കുക, സോറി പ്രഷർ അല്ലേ, അപ്പൊ പ്രഷർ എടുക്കുക. ഓക്കെ, നമുക്ക് ബീമിന്റെ മണ്ടയിലാണ് പ്രഷർ അപ്ലൈ എടുക്കുക, അതെടുക്കുക. എന്നിട്ട് നമ്മൾ ബോക്സ് എടുക്കുക. ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ബോക്സിനകത്തുള്ള എല്ലാ ഫേസിലും എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രഷർ അപ്ലൈ. ഇപ്പൊ ഞാൻ ഈ ബോക്സ് സെലക്ട് ചെയ്താൽ ഇത്രയും ഭാഗത്തായിരിക്കും ഞാൻ ഈ പറഞ്ഞ പ്രഷർ അപ്ലൈ മുകളിലത്തെ ഭാഗത്ത് കൊടുത്തു, എന്നിട്ട് അപ്ലൈ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഒരിക്കലും ലോഡ് ചെയ്യുന്നത് 2 കൊടുക്കണം, 1 - 2 കൊടുക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിനുശേഷം നമുക്ക് എത്രയാണ് നമ്മളില്ലാത്ത പ്രഷർ എത്രയാണ്, വിച്ച് ഈസ് 250 ന്യൂട്ടൺ പെർ എം സ്ക്വയർ. അപ്പോൾ നമ്മൾ 250 കൊടുക്കാം, 250 കൊടുക്കാം. പ്രഷർ നോട്ട് ആയി 250, പ്രഷർ വാല്യൂ നോട്ട് ചെയ്യും 250. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അവിടെ പ്രഷർ വന്നിട്ടുണ്ട്, പ്രഷർ നമുക്ക് വന്നിട്ടുണ്ട്, പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ലോഡ് വാല്യൂ 2 ആക്കി മാറ്റാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ ലോഡ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് നമ്മൾ പ്രീ പ്രോസസ്സിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ സോൾവ് എടുക്കുക, സൊല്യൂഷൻ എടുക്കുക, സോൾവ് എടുക്കുക, കറണ്ട് ലെസ് എടുക്കുക, ഓക്കെ എടുക്കുക. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ ഈ കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ നിങ്ങൾ എറർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അത് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ
ആൻസേഴ്സ് ആണ്, മെക്കാനിക്കൽ ഈക്വലിറ്റിയിലാണ്. ഇതിനകത്ത് അൺഡു എന്നുള്ള ഓപ്ഷൻ ഇല്ല, നമ്മൾ പ്യൂർലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എക്സാമിനുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഇതിനകത്ത് അൺഡു എന്നൊരു ഓപ്ഷൻ ഇല്ല, പ്യൂർലി ഒന്നും റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. സോൾവ് ആയി കഴിഞ്ഞു. നമുക്ക് ഈ റിസൾട്ട് കാണണം. അപ്പൊ നമുക്ക് ആദ്യം കാണേണ്ടത് ഡീഫോർമേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ പ്രോസ്റ്റ് പ്രോസസ്സിംഗ് എടുക്കാം. ഇതിനകത്ത് റിസൾട്ട് വ്യൂവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, റിസൾട്ട് വ്യൂവർ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് DOF സൊല്യൂഷൻ എടുക്കുക. ഇതിനകത്ത് y കമ്പൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക, പ്ലോട്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം ഇതാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നോക്കി, ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് വാല്യൂ. ഈ ചുവന്ന കളറെ കാണാൻ ഫിക്സ്ഡ് വാല്യൂ. അവിടെ നമുക്ക് ഡീഫോർമേഷൻ വളരെ കുറവാണ്, ആക്ച്വലി 0 ആണ്. ഓക്കെ, ഇവിടുത്തെ ഡീഫോർമേഷൻ, ഈ ഒരു ഡീഫോർമേഷൻ 0 ആണ്. ഓക്കെ, മാക്സിമം ഡീഫോർമേഷൻ ആണ് ഇവിടെയാണ്. ഓക്കെ, നീല കളറുള്ള സ്ഥലത്ത്. അപ്പൊ നോക്കി താഴെ നോക്കിയാൽ നീല കളറുള്ള അവിടെ ഡീഫോർമേഷൻ വാല്യൂ 18.94 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡീഫോർമേഷൻ ആണ് 18.94 ആണ്. അതാണ് നമ്മുടെ മാക്സിമം ഡീഫോർമേഷൻ. ഓക്കെ, 18.94. അപ്പൊ നമ്മുടെ മാക്സിമം ഡീഫോർമേഷൻ ചോദിച്ചാൽ നമ്മൾ അപ്പോൾ എഴുതുക ഇറ്റ് ഈസ് 18.94. അപ്പൊ നമ്മൾ ഡീഫോർമേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അതിൽ നമ്മൾ ഷിയർ ഫോഴ്സ്, മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ നമ്മൾ കിട്ടണം. ഓക്കെ, അപ്പൊ നോക്കി, നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടാനായിട്ട്, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കിട്ടാനായിട്ട് നമ്മൾ നേരെ എലമെന്റ് ടേബിളിലേക്ക് പോവാം, ഡിഫൈൻ ടേബിളിലേക്ക് പോകാം. എന്നിട്ട് അത് ആഡ് എടുക്കാം. ഇത് നമ്മളെന്ന് വെച്ചാൽ നോക്കി, ബെൻഡിങ് മൊമെന്റ് നമ്മുടെ ഒരു സീക്വൻസ് നമ്പർ ഉണ്ട്. ഈ സീക്വൻസ് നമ്പർ അറിഞ്ഞാലും മാത്രം നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അപ്പൊ ബെൻഡിങ് മൊമെന്റ് സീക്വൻസ് ഡയഗ്രാം നമ്പർ എന്ന് പറഞ്ഞാൽ 3 ഉം 60 ഉം, ഷിയർ ഫോഴ്സിന്റെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 6 90 ആണ്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കും. ഓക്കെ, അത് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തൊരു ടേബിൾ ആണ്. ഓക്കെ, ബൈ സീക്വൻസ് നമ്പർ എൻ്റർ സീക്വൻസ് നമ്പർ സീക്വൻസ് ഫോർ ടേബിൾ ടേബിൾ 4.x-3 പോലുള്ള, അതായത് ഈ മെക്കാനിക്കൽ ഐക്യൂരി എന്ന ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തൊരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സീക്വൻസ് നമ്പർ, ഓരോ സീക്വൻസ് നമ്പർ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാക്കുള്ളൂ. അപ്പം നമ്മുടെ ബെൻഡിങ് മൊമെന്റ് സീക്വൻസ് ഡയഗ്രാം കിട്ടാനുള്ള സീക്വൻസ് നമ്പറാണ് 3 ഉം 60 ഉം, ഷിയർ ഫോഴ്സ് കിട്ടാനുള്ള സീക്വൻസ് നമ്പറാണ് 6 ഉം 90 ഉം. അത് ഓർത്ത് വെച്ചാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഓക്കെ, ബെൻഡിങ് മൊമെന്റ് കിട്ടാനായിട്ടുള്ള സീക്വൻസ് നമ്പർ നമ്മൾ എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇതിന് ബൈ സീക്വൻസ് നമ്പർ എടുക്കുക, SMISC എന്ന് പറയും. അവിടെ നമ്മൾ 6 ഓക്കെ, ബെൻഡിങ് മൊമെന്റ് 3 ഉം, ഓക്കെ, രണ്ടാമത്തെ സീക്വൻസ് നമ്പർ, രണ്ടാമത്തെ സീക്വൻസ് നമ്പർ 60 അത് കൊടുക്കുക, അപ്പോൾ എടുക്കുക. ഈ ഷിയർ ഫോഴ്സ് കിട്ടാനായിട്ട് ബൈ സീക്വൻസ് നമ്പർ എടുക്കുക, അവിടെ 6, ഓക്കെ, രണ്ടാമത്തെ സീക്വൻസ് നമ്പർ 90. ഓക്കെ, ഓക്കെ, ഇതിന്റെ നമ്മുടെ 3 ഉം 60 എന്നുള്ളത് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് സീക്വൻസ് നമ്പർ, 6 ഉം 90 എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് സീക്വൻസ് നമ്പർ. നമ്മൾ സീക്വൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്യും. ഇനി ഒരു കാര്യം, നമുക്ക് റിസൾട്ട് കാണണം, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് കാണണം. അപ്പൊ അതിനുവേണ്ടി പ്ലോട്ട് റിസൾട്ടിലേക്ക് വരിക, കോണ്ടൂർ പ്ലോട്ട്, ലൈൻ എലമെന്റ് റിസൾട്ട്. ഇതിനകത്ത് നമ്മൾ ആദ്യം ബെൻഡിങ് മൊമെന്റ് കിട്ടാനായിട്ട് 3 ഉം 3 ഉം 16 സെലക്ട് ചെയ്യുക, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ ഇതിനകത്ത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഏറ്റവും ഹൈയസ്റ്റ് ബെൻഡിങ് മൊമെന്റ് ആണ് ഈ ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. ഓക്കെ, അതിന്റെ വാല്യൂ എത്രയാണ്, താഴെ ഉള്ള 0.124 ഇൻറ്റു ഈ പ്ലസ് 0.05 നടക്കുന്നത് 0.124 ഇൻറ്റു 10⁻⁷. ഇതാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ. 0.124 ഇൻറ്റു 10⁻⁷ മുകളിൽ നടക്കുന്നത്, അതാണ് മാക്സിമം വാല്യൂ. ഇനി ഷിയർ ഫോഴ്സ് കിട്ടാനായിട്ട് നേരെ ലൈൻ എലമെന്റ് റിസൾട്ട്സ് നമ്മൾ ഒന്നും എടുക്കാം. അതിനുശേഷം സീക്വൻസ് നമ്പർ മതി കൊടുക്കുക, SMIS6, SMIS90. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് വാല്യൂ. അപ്പൊ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഷിയർ ഫോഴ്സ് എത്രയാണ് മാക്സിമം, which is 24875. ഇതാണ് നമ്മുടെ മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ. അത് നമ്മൾ എന്താണ് ഫിക്സ്ഡ് വാല്യൂ, മറ്റേ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഏകദേശം 0 ആയി. അപ്പൊ ഇതാണ് നമ്മൾ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്.